ഞാൻ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറണം. വൈഫിന്റെ മുഖത്ത് നോക്കണം, ഉമ്മ നോക്കണം. ഞാനൊരു 34-35 വയസ്സുകാരനായിട്ടുള്ള വെറ്ററൻ പ്ലെയർ ആണ്. എന്ത് ലേറ്റ് ആയത്? ഒന്ന് നല്ല മഴയായിരുന്നു, പിന്നെ ഓട്ടോയിൽ വരണോണ്ട് ചേട്ടൻ കറക്റ്റ് സമയത്ത് എത്താത്തത് കൊണ്ടും. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിവാൻഡ്രം ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കല്യാണോ അല്ലെങ്കിൽ ഏതെങ്കിലും എൻഗേജ്മെന്റ് പാർട്ടി ഒന്നും. പക്ഷേ ഒന്നുമല്ല, സമയമായിട്ടില്ല. ജസ്റ്റ് ഒരു ഇഫ്താർ നടത്താനുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ അവസാനം ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ആയതാണ്. എല്ലാരും അതാണ് വിചാരിക്കുന്നത്. സംഭവം ഇവന്മാരുടെ 4 ടേബിൾ ഇറക്കിയിടാൻ പറഞ്ഞത്. എന്നെ അറിയാവോ എനക്ക്? ഹലോ ഗായ്സ്, അത് കൊണ്ടിട്ട ആളാണ്. ഞാൻ വ്ളോഗിന്റെ അടുത്ത് മച്ചാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നതേ ഉള്ളൂ. എന്തിനാ ഇതൊക്കെ എടുക്കുന്നത്? വെറുതെ എല്ലാരും ഇവന്മാരുടെ അടുത്ത് 4 ടേബിൾ ഇറക്കിയിടാൻ പറഞ്ഞു. വന്നതിൽ ഒരുപാട് സന്തോഷം. വെൽക്കം. ഇവിടെ വന്നപ്പോ എല്ലാരും ചെയ്യുന്നു, അപ്പൊ എനിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ. പിന്നെ ഞാനും ചെയ്തിടാന്ന് വിചാരിച്ചു. ഒരു ചെറിയ സംഭവം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവന്റെ ഒരു തത്തമ്മ എടുത്ത് വെച്ചിട്ട് നമ്മള് ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്തിനു പറ്റിയടാ? തത്തമ്മയെ തിരക്കി ഫോറസ്റ്റ് ആൾക്കാർ വന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് തത്തയെ തിരക്കി ആള് പറഞ്ഞത്. ഈ വ്ളോഗ് കണ്ടിട്ട് ഏതോ ഒരു മഹാഭാവി, ഏതോ ഒരു മനുഷ്യ സ്നേഹി കൊണ്ട് ഗ്യാസ് കൊടുത്ത് എന്റെ വീട്ടിലേക്ക് ആ തത്തയെ പൂട്ടിയിട്ട് വളർത്തുന്നത്. കവടിയാർ പണക്കാരൻ, കവടിയാറുള്ള മില്യണയർ എത്തി. ഒരുപാട് സന്തോഷമുണ്ട് ക്ഷണം സ്വീകരിച്ചു വന്നതിൽ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒറ്റയ്ക്കല്ല, തുഫൈൽ സാർ അസ്സലാമു അലൈക്കും. മാരക അവിടെ मफिन हाउस क्या हुआ? इनसाइड आ गए. उधर ना എനിക്ക് അറിഞ്ഞൂടാ. അല്ല, എന്താണ് ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? ഇന്ന് ഞാൻ വീട്ടിൽ വരുന്നടുത്ത് അറബിയിൽ മാത്രം സംസാരിക്കും. അതാണ് സംഭവം. അസ്സലാമു അലൈക്കും. എനിക്ക് അറിഞ്ഞൂടാ ആരെന്ത്. എന്നെ ഇടിക്കല്ലേ പ്ലീസ്. ബാസിത്ത് നേരത്തെ വന്നു, എന്നാലും ഒന്നുകൂടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാസിത്ത് ഫുഡ് എൻസൈക്ലോപീഡിയ ട്രിവാൻഡ്രം ആൻഡ് തുഫൈൽ സാർ, ഇവർ രണ്ടുപേരും കൂടെയാണ് ആ ഒരു പേജ് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? ഗണേഷ് എവിടെയത്? വരും. ചുമ്മാ വെറുതെ അത് ഈ പയ്യന്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് 4 ടേബിളും പിടിച്ചിട്ട് 16 ചെയറും പിടിച്ചിടാൻ പറഞ്ഞു. ഇവന്മാരതിനാ നാട്ടുകാർ മൊത്തം എനിക്ക് കല്യാണം എന്ന് പറയുന്ന രീതിയിൽ ഇവന്മാർ ചെയ്തു തന്ന്. സന്തോഷം ഇല്ല, വെറുതെ. എടാ വാ മോനെ, വാ അടുത്തവൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഷഹീൻ ഈറ്റ് ആൻഡ് ട്രിവാൻഡ്രം. ദിസ് ഇസ് മൈ വ്ളോഗ്. സേ ഹൈ ടു മൈ വ്ളോഗ്. ഹായ്. ട്രിവാൻഡ്രത്തെ മികച്ച ഒരു ഫുഡ് വ്ളോഗർ. കല്യാണം അല്ലടാ സംഭവം, ഇത് ഇഫ്താറാണ്. കല്യാണമാണ്, തെറ്റിദ്ധരിക്കരുത്. വരൂ പ്ലീസ്. മാരക സെറ്റപ്പാണ്, ഒരു രക്ഷയില്ലാത്ത സെറ്റപ്പ്. സീരിയൽ ലൈറ്റ്, പന്തല്, ഇതെന്തൊരു ടെന്റ്, ഫുഡ് എല്ലാം. കമോൺ തെക്കൻ മല്ലൂർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കിരൺചേട്ടാ സുഖന്നെ? എന്തൊക്കെയുണ്ട് വിശേഷം? ദിസ് ഈസ് മൈ വ്ളോഗ്. വിഷ്ണു വാടാ. വിഷ്ണു കം. വിഷ്ണു സാർ, ട്യൂഷൻ സാർ വിഷ്ണു. ദിസ് ഇസ് മൈ വ്ളോഗ്. ഈ ഒരു സംഭവത്തിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സും സിർസിന ഇവന്റ് മാനേജ്മെന്റിനാണ്. അപ്പൊ സിർസിന ഇവന്റ് മാനേജ്മെന്റിന്റെ ഡീറ്റെയിൽസും നമ്പറും എല്ലാം ഞാൻ സിർസിന ഞാൻ ഇതിനു മുന്നേ ഇത് കേട്ടിട്ടുള്ള സിൽസില ആ പാട്ടിന്റെ ആളാണോ? അല്ല അതിന്റെ ആരെങ്കിലും ആയിട്ട് വരുമായിരിക്കും. എന്തായാലും സംഭവം നല്ല ലൈറ്റ് ഒക്കെ ഇല്ല, ഫുഡൊക്കെ ഇവിടെ സാധനങ്ങളൊക്കെ
പന്തലൊക്കെ എന്ത് ലൈറ്റ്? ഈ സീരിയൽ ലൈറ്റ്. അത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കത്തും, പഞ്ചായത്തിന്റെ നമുക്ക് വേണ്ടിട്ട് മനഃപൂർവ്വം കത്തിക്കുന്നത്. അതൊക്കെ പറ്റി എന്തൊക്കെയാ പൊക്കി അടിക്കണ്ടേ പറ. അല്ലേ അത് കഴിക്കരുതേ. അപ്പൊ ഈ ഫുഡെല്ലാം സെറ്റ് ചെയ്തത് ഇവന്മാരാണ് ഇതിനെല്ലാത്തിനും പിന്നിൽ. ഒരു 10-17 എണ്ണം ഉണ്ട്. ഇവന്മാരോട് ഞാൻ പറഞ്ഞു 4-3-7 ടേബിളും പിടിച്ചിട്ട് 5-6 കസേരയും പിടിച്ചിട്ടാ. യുവമാർ ഇവിടെ എന്റെ കല്യാണം ഒന്ന് കരകമ്പി പറയിപ്പിച്ച യുവമാര്. ആ യുവമാരാണ് ഇവന്മാര്. ഫുഡൊക്കെ സെറ്റ് അല്ലേ? അൽഹംദുലില്ലാ ഹൈർ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? കഞ്ഞി കുടിക്കാനും ഫുഡ് കഴിക്കാനും. ഞാൻ മാത്രമല്ല, അതെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഇത് ഓണമല്ല, ഇച്ചിരി നമ്മള് ഈമാനൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അർഷാദ് കോക്ടെയിൽ ട്രിവാൻഡ്രത്തെ വ്യാപാരി വ്യവസായ സെക്രട്ടറിയാണ്. നെടുമങ്ങാടത്തെ കോക്ടെയിൽ ജെൻസ് ഹബിന്റെ ഓണറാണ്. കമോൺ വരൂ, വെൽക്കം ടു മൈ ഇഫ്താർ പാർട്ടി. എടാ ഇതെന്താ ഇങ്ങനെ ഉരുട്ടിയെടുത്തത്? ഉരുട്ടിയെടുത്ത തണ്ണിമത്തൻ കണ്ട, എല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. ദിസ് ഈസ് ഇഫ്താർ. ഷിഫിൻസ് ഇഫ്താർ ഇസ് ഓൾവേസ് വെറൈറ്റി ഇഫ്താർ. ആലപ്പുഴന്ന് ഇഫ്താറിന് വേണ്ടിയിട്ട് ആലപ്പുഴ എന്നാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴന്ന് എറണാകുളത്ത് നിന്ന് അതിനേക്കാളും കൂടി ഏറ്റവും ദൂരത്തു നിന്ന് വന്ന അളിയനാണ്. ഒരുപാട് സന്തോഷം. വിളിച്ചപ്പോ തന്നെ ചാടി ഓടി വന്നതില് താങ്ക് യുടാ. ഏതാ അതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം വിളിച്ചത്. ഇതിനെ താങ്ക് യു. ബർത്ത്ഡേ ഒന്നും അല്ലളിയാ, ഇഫ്താറാ. ഞാൻ ഇറങ്ങിയിട്ടില്ല, ഞാനൊന്നും ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ എന്താണ് കാണിക്കാൻ പോണേന്നാണ് ഇവിടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. അതിനിപ്പോ എന്ത് നമ്പർ? ഞാൻ എന്തെങ്കിലും തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറണം. വൈഫിന്റെ മുഖത്ത് നോക്കണം, ഉമ്മ നോക്കണം. ഞാനൊരു 34-35 വയസ്സുകാരനായിട്ടുള്ള വെറ്ററൻ പ്ലെയർ ആണ്. ഞാനിനി ഈ വ്ളോഗിലും ഇതിലൊക്കെ ഇറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ആ മുഖത്തൊരു ആത്മാർത്ഥത എനിക്ക് തോന്നുന്നില്ല. സത്യം, നോമ്പല്ലടാ, ആത്മാർത്ഥത വരും. ആണല്ലേ? അക്കു അണ്ണ എത്ര നാളായി അണ്ണ കണ്ടിട്ട്. ഇന്റർനാഷണൽ ഫിറ്റ്നസ് ട്രെയിനർ അക്കു. വേറൊരു അഡ്രസ്സും കൂടെ ഉണ്ട്, പറഞ്ഞു കൊടുക്കട്ടാ? അത് വേണ്ട, ആ അഡ്രസ് വേണ്ട. അക്കു അണ്ണ ഒരുപാട് സന്തോഷം. കയറി വാ, സമയമായി 6:35 ബാങ്ക് വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഗ്രാൻഡ് ഇഫ്താർ. ബാങ്ക് വിളിച്ചു, മുമ്പ് കുറിക്കാം. ഓൾറെഡി മുട്ടി എന്നാലും ഒന്നുകൂടാ. സ്പെഷ്യലി മെയ്ഡ് മുഹമ്മദ് കാ സർബത്ത്. എന്താ ചിരിക്കുന്നല്ലോ? കൊള്ളാൻ അടിപൊളിയാ. ഇൻസ്റ്റോട് ഇവന്മാർ ചൂടാക്കി ഉണ്ടാക്കിയ ഗ്രേപ്പ് ജ്യൂസ്. എടാ കൊള്ളാടാ, ഞാൻ വിചാരിച്ചല്ലോ. നൈസ്. നോമ്പ് മുറിച്ചു, പള്ളിയിൽ പോയി, തിരിച്ചു വന്നപ്പോൾ ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പു, എന്റെ അപ്പു സുന്ദരൻ. അപ്പു എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് താമസിച്ച വരായി? വണ്ടിയൊന്നുമില്ല, മഴയൊക്കെ അല്ലേ? മക്കളെ അജിൻ, ഇവനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു വെറുതെ തോന്നലിന്റെ പുറത്ത് ഒരു സ്റ്റാറ്റസും സ്റ്റോറി ഇട്ടപ്പോൾ അളിയൻ വന്നിട്ട് അളിയ സെറ്റാക്കി ഞാൻ വരാമെന്ന് വന്ന്. എങ്ങനെയുണ്ട്? പെവറാക്കിയില്ലേ? ഇച്ചിരി ഗ്രാൻഡ് കൂടുതലായി പോയോന്ന് എനിക്ക് ഒരു ഡൗട്ടില്ലാണ്ടില്ല. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഗ്ലാമി ഗംഗ. എന്ത് ലേറ്റ് ആയത്? ഒന്ന് നല്ല മഴയായിരുന്നു, പിന്നെ ഓട്ടോയിൽ വരണോണ്ട് ചേട്ടൻ കറക്റ്റ് സമയത്ത് എത്താത്തത് കൊണ്ട് പുത്തമ്പാലം എത്തിയപ്പം കിക്കർ അങ്ങോട്ട് വരണില്ല. അതിന്റെ ഒരു കിക്കർ വലിയായിരുന്നു ഭയങ്കര. അതുകൊണ്ട് ഒടിഞ്ഞു വന്നില്ലല്ലോ കിക്കർ. ഭാഗ്യായി. എന്തായാലും എത്തിയില്ലേ? ഒരുപാട് സന്തോഷം. വിളിച്ചിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പക്ഷെ ഫുഡ് ഉണ്ട്. ഇവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചാൽ നമ്മൾ അന്ന് ഈദ് പെരുന്നാൾ അതാണ് കല്യാണം ഷിഫിന്റെ കല്യാണം അല്ലത്, ഇഫ്താർ. നീ അങ്ങനെ പറഞ്ഞു വരത്തല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? സെറ്റപ്പ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇതിനെല്ലാത്തിനും പിന്നില് ലോലവന്മാരാണ്. ഫുഡ് അടിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എല്ലാവരും വരും, ഇരിക്കൂ, എല്ലാവരും ഇരിക്കൂ. ചേട്ടാ ഇരിക്കൂ, കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചതാ, ഇടിയപ്പം ഇവിടെ ഉണ്ടാക്കിയതാ, ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കിയതാ, മട്ടൻ കറി ഇവിടെ ഉണ്ടാക്കിയതാ. ചിക്കൻ ഫ്രൈ ചിക്കൻ ഉണ്ടല്ലോ. ഓരോ കപ്പിഞ്ഞെടുത്താണ്. ഞാൻ എല്ലാവർക്കും വെള്ളം ഒഴിക്കിട്ട് അവിടെ വേണോ? അടിപൊളി സാധനം. പിള്ളേർ ഞെരിച്ച് കഴിച്ചാ? ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? ഇഫ്താർ നൈസ് ആയില്ലേ? കുറെ നാളുകൊണ്ടേ പരാതിയായിരുന്നു, എന്നെ വിളിക്കലില്ല. ഞാൻ അതുകൊണ്ട് മനഃപൂർവ്വം അങ്ങ് വിളിച്ചത്. എന്തോ ബുസ്സിന്ന്. എവിടെ പോണോ? വെമ്പായത്താ ഷോപ്പ് ഉള്ളതുകൊണ്ട്.
നമ്മുടെ ഷെഫിൻ ഇതുപോലൊരു ഇഫ്താർ വെച്ചാൽ അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്ത ഇഫ്താറിന് പറഞ്ഞു. അടുത്ത ഇഫ്താർ അടുത്ത മാസം അല്ല, അടുത്ത വർഷം. അടുത്തിന് നോമ്പ് എടുക്കുമ്പോ വിളിച്ചിട്ട് ഇഫ്താറിന് വരണമെന്ന് പറഞ്ഞപ്പോ എത്ര മണിക്കാണ് നോമ്പ് പറയുന്നത്? കാരണം 5 മണിക്ക് പറഞ്ഞിരിക്കും, എത്ര മണിക്ക് പറഞ്ഞു? നോമ്പ് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അങ്ങനെ ഇഫ്താർ ഏതാണ്ട് സമാപ്ത് ഹോ ഗയ, ഏതാണ്ട് അവസാനത്തിൽ. അജിൻ, ഹൗ വാസ് ദ ഇഫ്താർ? പറയൂ. ഏറ്റവും ലാസ്റ്റ് വന്നതാണ്. അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. എക്സ്പീരിയൻസും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലേ ഇഫ്താർ? എന്റെ അപ്പു എന്നെ ഭയങ്കര, എന്റെ എല്ലാ വീഡിയോയ്ക്കും ആര് കമന്റ് ഇട്ടില്ലെങ്കിലും അളിയൻ 2 തീ ഇടും. അത് മാത്രം മതി എനിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു ഇഫ്താർ? പത്തിരിയും മട്ടൻ കറിയും പിന്നെ മുഹമ്മദ് സർബത്ത്. അത് അവന്മാരുണ്ടാക്കിയത് മുഹമ്മദ് സർബത്ത്. അവന്മാരെ സമ്മതിക്കണം. അവന്മാർ ഇന്നലെ രാത്രി മുതൽ പട്ടി പണിയായിരുന്നു. നീ പറ. പത്തിരിയും മട്ടൻ കറിയും മുഹമ്മദ് സർബത്ത് ഒരു രക്ഷയില്ല. അടിപൊളി, ഇഷ്ടപ്പെട്ടു. പിന്നെ വയറിറങ്ങി. ഇക്ക, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നിന്റെ കല്യാണം എന്നാണ് വിചാരിച്ചത്. ഇഫ്താർ വിളിച്ചപ്പോ പൊതുവെ ഇപ്പൊ എല്ലാരും പറയണത് എന്തെന്ന് വെച്ചാൽ കല്യാണം നിശ്ചയായിരുന്നു, പെണ്ണ് സെറ്റ് ആവാത്തോണ്ട് ഇഫ്താറാക്കി. അതെ, കറക്റ്റ് ആണ്. പെണ്ണ് സെറ്റ് ആവാത്തതുകൊണ്ട് ഇഫ്താറാക്കി. പക്ഷെ വേറൊരു കോമഡി എന്താണെന്ന് അറിയാവോ? വിളിച്ചിട്ട് ഇക്ക ഇഫ്താറാണ് ഞായറാഴ്ച വരണം. എത്ര മണിക്കാ ഇഫ്താർ? എന്റെ അടുത്ത് ഇങ്ങോട്ട് നോമ്പും പിടിക്കൂല, പള്ളി കള്ളയും. അത് നമ്മൾ പല ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോൾ സംഭവം മറന്നു. ഒരു കുഞ്ഞ് ഇഫ്താർ ആയിരുന്നു പ്ലാനില്. ഞാൻ ഈ പുറകിൽ കാണുന്ന യുവന്മാരുടെ അടുത്ത് പറഞ്ഞ് താഴ്ന്ന 2 മേശയും ഒരു 4-8 കസേരയും വാരിയിടാൻ. ഇവന്മാരങ്ങോട്ട് തിരിച്ചാണ്. നാട്ടുകാർ മൊത്തം ഇനി പറയും എന്റെ കല്യാണമായി. നമ്മ അതിരി ഇവന്മാര് പറയിപ്പിച്ചതിനെ കൊണ്ട്. എനിക്ക് താങ്ക് യുടാ. ഇന്നലെ രാത്രി മുതൽ എല്ലാം ഉറങ്ങിയിട്ടില്ല ഇവന്മാര്. ഇതിന് പിന്നിലെല്ലാം ഇവന്മാരാണ്. ഞാൻ അനങ്ങിയിട്ട് പോലും എന്നെ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. നിന്റെ അനിയനെ പരിചയപ്പെടുത്തടാ. ഇത് അനിയൻ അവന്റെ കൂട്ടുകാരന്മാരെ. ഇവനുമാണ് രാവിലെ ഞാൻ ഉറക്കണീട്ടാണ് ഇങ്ങനെ വന്നപ്പോ ഫ്രണ്ടിൽ നിൽക്കുന്നു 2 പേന്മാരോടാ. അണ്ണാ ശരിയാക്കണ്ടേന്ന്. ആ ഡെഡിക്കേഷൻ ഇവനും. താങ്ക് യു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് കളറാക്കി തന്നത്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഇഫ്താർ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഫുഡായിരുന്നു. ഇത് ഞാൻ 3ാമത്തെ വട്ടമാണ് എന്റെ വീട്ടിലായിരുന്നു. 3 ഇഫ്താർ അല്ല, 2 പെരുന്നാൾ ഇത് ഇഫ്താർ. ഒരു ഇഫ്താറും അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഫുഡും അക്കോമഡേഷനും ഇല്ല. സൂപ്പർ സെറ്റ്. താങ്ക് യു സോ മച്ച്. നീ നെക്സ്റ്റ് ടൈം പാക്കില്ല. അതെ കൈ വിടണത് എന്താ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇഫ്താറൊക്കെ? എടുത്ത് പറയേണ്ട മട്ടൻ കറി. പിന്നെ മട്ടൻ കറിയെക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട പിള്ളേരുടെ സ്നേഹം. അതാണ് ഇവന്മാരെല്ലാം ഒരു രക്ഷയില്ല. ഭയങ്കര രസമായിട്ട് ഒന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല. ഫുഡിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ അമ്മമാരില്ലെങ്കിൽ ഇതൊന്നും നടക്കൂലായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി കാണാം, അടുത്ത വർഷം കാണാം. മറ്റേ ലൈറ്റും ടെന്റൊക്കെ വെച്ചതൊക്കെ അടിപൊളിയായിരുന്നു. അത് ഇവന്മാരെ പണി. എല്ലാം ഇവന്മാരെ പണിയാ. സിൽസില എന്താ പേര് പറഞ്ഞത്? സിർസില ഹെയറിംഗ് സർവീസ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും കോമഡി ഉണ്ട്. എല്ലാവർക്കും വന്നതിന് സന്തോഷം. വ്ലോഗടാ വന്നതിന് സന്തോഷം. വിളിച്ചുടനെ വന്നു. എന്ത് എല്ലാം പറയണ്ടോ? അളിയൻ എറണാകുളത്ത് നിന്ന് വന്നു. താങ്ക് യു സോ മച്ച്. ട്രെയിനിലാണ് വന്നേ ഉള്ളൂ. ട്രെയിനിൽ ലോക്കൽ വരെ വന്നിട്ട് ചാർട്ട് ചെയ്തു. ഇന്നെ കൂട്ടി മറ്റേ ഫുഡ് ചെയ്യാന്ന് പറയുന്നത് മട്ടൻ കറിയാന്ന് പറഞ്ഞ് ചിക്കൻ കറി എടുത്ത് കഴിച്ചിട്ട് ഇവിടുത്തെ ഫുഡിയാടാ വായി വെച്ചപ്പോ എന്ത് മനസ്സിലായിരുന്നു? പറയാൻ ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. വന്നതിൽ താങ്ക് യു. ഓക്കെ, താങ്ക് യു സന്ദീപണ. താങ്ക് യു. ഇഫ്താർ ഇസ് ഓവർ. എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സമാധിയായിട്ട് ഇരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഇഫ്താർ ഇത്രയും അടിപൊളിയാക്കാൻ സഹായിച്ചത് സിർസിന ഹയറിംഗ് സർവീസ്. നമ്പർ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത്രയും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു തന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇന്ന് സഫലീകരിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം ഇതുപോലെ വിചാരിച്ചതാണ് എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് വലിയൊരു ഗ്രാൻഡ് ഇഫ്താർ നടത്തണമെന്ന്. പക്ഷേ സിറ്റുവേഷൻസ് വാസ് നോട്ട് ഗുഡ്. അതുകൊണ്ട് നൈസിന് അങ്ങോട്ട് മാറ്റി വെച്ചു. ആൻഡ് ഈ വർഷം വളരെ ഗ്രാൻഡായിട്ട് നടത്തി. ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത വർഷം ഇനിയും ഇതുപോലെ ഇതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ കൊള്ളിച്ച് ഇഫ്താർ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് നടത്താൻ പറ്റട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കണുണ്ട്, അതിനെ ഇടിച്ച് പൊട്ടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.